മാച്ച് വീക്ക് 8 ബാഴ്സലോണ വേഴ്സസ് സെവിയ. ചാമ്പ്യൻസ് ലീഗിൽ PSG തോറ്റതിന് ശേഷമാണ് ബാഴ്സ ഈ കളിയിലേക്ക് വരുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ വളരെ മോശം ഫോം മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന സെവിയ ആയിരുന്നു എതിരാളികൾ. ഈ സീസൺ തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ ഫ്ലിക്കർ ഡിഫൻസീവ് ലൈനപ്പിൽ പല കോമ്പിനേഷൻസ് ട്രൈ ചെയ്തു, ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ലാസ്റ്റ് ഇയർ വളരെയധികം വർക്കൗട്ടായ കുബാസി ഇനിഗോ കോമ്പിനേഷൻ, അതിൽ ഇനിഗോ ഓൾറെഡി ക്ലബ്ബ് മാറിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ കുബാസിയുടെ കൂടെ ആര് കളിക്കണം എന്നുള്ളത് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. സെവിയക്കെതിരെ കുബാസിയുടെ കൂടെ ഇറങ്ങിയത് അറോഹയാണ്. യോഹാൻ ഗാർസിയ പരിക്കായതുകൊണ്ട് ഷെസ്നി ഗോൾ കീപ്പറായിരുന്നു. ലെഫ്റ്റ് ബാക്കിൽ ജെറാഡ് മാർട്ടിൻ, റൈറ്റിൽ കുന്തെ, ഡബിൾ പിവറ്റ്സ് ആയിട്ട് പെഡ്രിയും ഡിയോങ്ങും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ഓൾമോ, ലെഫ്റ്റ് സൈഡിൽ ഫെറാൻ, റൈറ്റ് സൈഡിൽ റാഷ്ഫോർഡ്, സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കി. ഗെയിമിൻ്റെ തുടക്കത്തിൽ തന്നെ ബാഴ്സ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. സെവിയ ചെയ്തിരുന്നത് നല്ലൊരു ഹൈ പ്രസ്സും പിന്നെ മിഡ്ഫീൽഡിൽ മാൻ മാർക്കിങ്ങുമാണ്. അതുകൊണ്ട് തന്നെ ബാഴ്സയുടെ ഒരു തനതായിട്ടുള്ള ശൈലി, അതായത് ഡിഫൻസിൽ നിന്ന് മിഡ്ഫീൽഡിൽ വഴി പൊസഷൻ ബേസ്ഡ് ആയിട്ട് ഗെയിം മുമ്പിലേക്ക് കൊണ്ടുവന്ന ആ രീതി, അത് നേരെ നടന്നിരുന്നില്ല. ഈ ഹൈ പ്രസ്സും മാൻ മാർക്കിംഗ് കൂടെ ആയപ്പോൾ ബാഴ്സലോണയ്ക്ക് കളിച്ച് കയറാൻ ഏക ഓപ്ഷൻ ഉണ്ടായിരുന്നത് അറ്റാക്ക് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് ആരെങ്കിലും വന്ന് ബോൾ റിസീവ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനായിരുന്നു. അതിനുവേണ്ടി പലപ്പോഴായി ഫെറാനും ലെവൻഡോസ്കിയും ആ പൊസിഷനിൽ വന്ന് ബോൾ റിസീവ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ഗെയിമിൽ ഈ രണ്ടുപേരുടെയും ടച്ചസ് വളരെ മോശമായിരുന്നു. എനിക്കിതിൽ ഓർമ്മയുള്ള ഒരു മൂമെൻ്റ് ഉണ്ട്. ഫെറാൻ ഇതുപോലെ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് സെവിയയുടെ ഡിഫൻസിൻ്റെയും മിഡ്ഫീൽഡ് ലൈനിൻ്റെയും ഇടയ്ക്ക് വരുന്നു. ആ ഒരു ബോൾ കറക്റ്റായിട്ട് ഫെറാൻ്റെ കാലിലേക്ക് വരുന്നു. ബാക്കിൽ നിന്നുള്ള ഡിഫൻഡർ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഫെറാൻ ഒരു ഹാർട്ട് ടച്ച് എടുക്കുകയാണ്. ഈ ഹാർട്ട് ടച്ച് പോകുന്നത് മിഡ്ഫീൽഡറിൻ്റെ അടുത്തേക്കാണ് സെവിയയുടെ. ഫെറാൻ ആ ബോൾ തിരിച്ച് റിട്ടേൺ എടുക്കാൻ വിൻ ചെയ്യാൻ നോക്കുകയാണ്. അതൊരു യെല്ലോ കാർഡായിട്ട് കലാശിക്കുന്നു. ഇങ്ങനെ മീനിങ് ഫുള്ളായിട്ടൊന്നും പൊസഷൻ കീപ്പ് ചെയ്യാൻ ബാഴ്സയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ടീമിൻ്റെ മൊറാലൊന്ന് ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ പലതവണ വളരെ സിമ്പിളായിട്ട് സെവിയ ബാഴ്സയുടെ ഹൈലൈൻ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിലൊരു മോശം സ്റ്റാർട്ടിൽ നിൽക്കുമ്പോഴാണ് കൂനുമേ കുരു എന്ന് പറഞ്ഞ പോലെ അരോഹയുടെ ഫൗള്. ആദ്യം കണ്ടപ്പോൾ എനിക്കതൊരു പെനാൽറ്റി ആയി തോന്നിയിരുന്നില്ല. പക്ഷെ എങ്കിലും ഒരു മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തിനായിരുന്നു ലൈനിലേക്ക് പോകുന്ന ഒരു പ്ലെയറെ അത്രയും ഫിസിക്കൽ ബാറ്റിൽ ചെയ്ത് ആ ബോൾ പുറത്തേക്ക് ഒരു കോർണർ ആക്കുക അല്ലെങ്കിൽ ഒരു ഔട്ട് വിൻ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഈ ഒരു മിസ്റ്റേക്ക് ഞാൻ പലപ്പോഴും അറോഹയിൽ കണ്ടിട്ടുണ്ട്. പെനാൽറ്റി എടുക്കാൻ വന്നത് ഫോർമർ ബാഴ്സലോണ പ്ലെയറായ അലക്സിസ് സാഞ്ചസ്. വളരെ സിമ്പിളായിട്ട് ആ പെനാൽറ്റി അദ്ദേഹം കൺവേർട്ട് ചെയ്യുന്നു. 36-ാം വയസ്സിൽ സെവിയ അദ്ദേഹത്തെ സൈൻ ചെയ്തപ്പോൾ അതൊരു ബ്ലണ്ടർ ആണെന്ന് പലരും വിചാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ അറിയാവുന്ന, അല്ലെങ്കിൽ ഏതൊരു ആഴ്സണൽ ഫാനിനും ബാഴ്സലോണ ഫാനിനും ചിലി ഫാനിനും ഈവൻ അർജന്റീന ഫാൻസിനും അലക്സിസ് സാഞ്ചസിൻ്റെ പ്രൈം എന്താണെന്ന് അറിയാം. പെനാൽറ്റി കഴിഞ്ഞിട്ടും 1-2 നല്ല അവസരങ്ങൾ സാഞ്ചസിന് കിട്ടിയിരുന്നു. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 1-on-1 കുബാസിനെ ഡ്രിബിൾ ചെയ്ത് ഒരു ഷോട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഊശിലാണെങ്കിൽ 2016-17 ആഴ്സണലിലുള്ള ആ സാഞ്ചസ് ആയിരുന്നെങ്കിൽ ബാഴ്സ അരമണിക്കൂറിനുള്ളിൽ ഒരു 3-4 ഗോളിന് പിന്നിലായേനെ. കളിയുടെ 37-ാം മിനിറ്റിൽ വീണ്ടും ഒരു ഹൈലൈൻ പാളിച്ച ബാഴ്സ രണ്ടാമത്തെ ഗോൾ കൺസീഡ് ചെയ്യുന്നു. ഈ രണ്ടാമത്തെ ഗോളിനും ശേഷമാണ് ബാഴ്സ ഗെയിമിലേക്ക് ഒന്ന് വന്നു തുടങ്ങിയത്. കുറച്ചധികം പ്രസ്സുകളൊക്കെ വിൻ ചെയ്യാൻ തുടങ്ങി, കുറച്ച് മീനിങ് ഫുള്ളായിട്ടുള്ള പൊസിഷനൊക്കെ കീപ്പ് ചെയ്ത് തുടങ്ങി. ഈ ഒരു അവസരത്തിലാണ് കളിയിലെ ബാഴ്സയുടെ ഏക ഗോൾ ഉണ്ടാവുന്നതും. ഫെറാനും പെഡ്രിയും കൂടെ സെവിയുടെ ഹാഫിൽ തന്നെ പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാണ്. പെഡ്രി അത് ഫസ്റ്റ് ടൈം തന്നെ സെക്കൻഡ് പോസ്റ്റിലേക്ക് ക്രോസ് ചെയ്യുന്നു. അവിടെ അൺമാർക്ക്ഡ് ആയിട്ട് റാഷ്ഫോർഡ് നിൽക്കുന്നുണ്ട്. റാഷ്ഫോർഡ് തൻ്റെ ഫസ്റ്റ് ടൈം ഫിനിഷ് കൊണ്ട്, ഒരു ക്ലിനിക്കൽ ഫിനിഷ് കൊണ്ട് ബാഴ്സയുടെ ആദ്യത്തെ ഗോള്, ഏക ഗോൾ സ്കോർ ചെയ്യുന്നു. സെക്കൻഡ് ഹാഫിലൊരു ഡീസൻറ്റ് സ്റ്റാർട്ടായിരുന്നു ബാഴ്സലോണയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നത്. പെഡ്രിയും റാഷ്ഫോർഡൊക്കെ കുറച്ച് കോമ്പിനേഷനൊക്കെ കളിച്ച് പെഡ്രി ഒരു ഷോട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗെയിമിൽ ബാഴ്സലോണ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സ്റ്റാർട്ട് തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിലെ. സെക്കൻഡ് ഹാഫിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ 2 ചേഞ്ചസ് ഉണ്ടായിരുന്നു ബാഴ്സയുടെ സൈഡിൽ നിന്ന്. അറോഹനെ ചേഞ്ച് ചെയ്ത് എറിക് ഗാർസിയയും ജെറാഡ് മാർട്ടിനെ ചേഞ്ച് ചെയ്തിട്ട് ബാൽഡയും. ഈ 2 ചേഞ്ചസും എന്നെ സംബന്ധിച്ച് വളരെ കൺവിൻസിങ് ആയിരുന്നു. ജെറാഡ് മാർട്ടിനും അറോഹയും വളരെയധികം ഇൻഫ്ലുവൻസ് കുറഞ്ഞ 2 പ്ലേയേഴ്സായിട്ട് എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തോന്നിയിരുന്നു. ആ ചേഞ്ചസിനെ ശരിവെക്കുന്ന വിധം ബാൽഡയും എറിക് ഗാർസിയയും ഗെയിമിലേക്ക് ഇൻവോൾവ് ആയി തുടങ്ങി. ബാൽഡെ പലപ്പോഴായിട്ട് ബോൾ ക്യാരി ചെയ്തിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ എറിക് ഗാർസിയയും ഡയറക്റ്റായിട്ട് ടുവേർഡ്സ് ഗോളൊക്കെ ഡ്രിബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന 1-2 ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. പിന്നീടാണ് ബാൽഡെ ബാഴ്സയ്ക്ക് വേണ്ടി പെനാൽറ്റി വിൻ ചെയ്യുന്നത്. ബാൽഡയും ജാനിസാജും തമ്മിലുള്ള ഒരു റേസിൽ ബാൽഡെ മുന്നിലെത്തുന്നു. ജാനിസാജ് പെനാൽറ്റി ബോക്സിൽ എത്തുന്നതിന് മുമ്പ് ബാൽഡെ ഫൗൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സെയിം ഫൗൾ പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിലേക്കും കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ പെനാൽറ്റി ആവുന്നു.
ഈ ജാനിസാജിനെ എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഒരു കാലത്ത് യുണൈറ്റഡിൻ്റെ വണ്ടർ കിഡൊക്കെ ആയിരുന്നു ഈ ജാനിസാജ്. പെനാൽറ്റി എടുക്കാനായിട്ട് ലെവൻഡോസ്കി വരികയാണ്. ലെവൻഡോസ്കി ഗോൾ കീപ്പറുടെ റൈറ്റ് സൈഡിൻ്റെ കോർണറിലേക്ക് ട്രൈ ചെയ്യുന്നു. ബോൾ വൈഡായിട്ട് പോകുന്നു. ബാഴ്സലോണ തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ള ഒരു മൊമെൻറ്റ് അവിടെ ഇല്ലാതായി പോവുകയാണ്. ഒരു പെനാൽറ്റി മിസ് ചെയ്തുകൊണ്ട് ലെവൻഡോസ്കിയെ കുറ്റം പറയാൻ ആർക്കും പറ്റില്ല. പക്ഷേ ആ ഒരു ഗെയിമിൽ ലെവൻഡോസ്കി തീരെ ഷാർപ്പായിരുന്നില്ല. റാഷ്ഫോർഡ് ആയിരുന്നു ഒരു പക്ഷേ ആ പെനാൽറ്റി എടുക്കാൻ കൂടുതൽ സ്യൂട്ടബിൾ എന്ന് എനിക്ക് തോന്നിയിരുന്നു. ആ പെനാൽറ്റി മിസ്സിന് ശേഷവും ബാഴ്സ മോശമല്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. ഒരു എയർ ബോൾ വളരെ മികച്ച രീതിയിൽ ലെവൻഡോസ്കി കൺട്രോൾ ചെയ്ത് റൂണിക്ക് കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അവിടെ റൂണി 1-2 പേരെ നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്ത് പക്ഷേ വളരെ മോശം ഒരു ഷോട്ട് തീർക്കുന്നതാണ് കണ്ടത്. അതുപോലെ തന്നെ അതിനുശേഷവും നല്ലൊരു പൊസിഷനിലേക്ക് വന്ന് നല്ലൊരു മൂവ്മെൻറ്റ് നടത്തുന്നതായിട്ട് കണ്ടിരുന്നു റൂണി. പക്ഷേ എല്ലായ്പ്പോഴും ഫിനിഷിങ് വളരെ മോശമായിട്ട് തന്നെ കാണുന്നുണ്ടായിരുന്നു. ബാഴ്സയ്ക്ക് പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു മിസ്റ്റേക്കാണിത്. കളിയിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ കളിയിലേക്ക് ലീഡ് എടുക്കാനുള്ള ഒരു ആവേശത്തിൽ ഡിഫൻസ് മൊത്തത്തിൽ അങ്ങ് മറന്നു പോകുന്ന ഒരവസ്ഥ. ഇതേ അവസ്ഥ സെവിയക്കെതിരെ ഉണ്ടാവുന്നു. സെവിയ വീണ്ടും ലൈൻ ബ്രേക്ക് ചെയ്യുന്നു. 3ാമത്തെ ഗോള് അതുവരെ വളരെയധികം മികച്ച സേവുകൾ ചെയ്ത ഷെസ്നിക്ക് പിഴയ്ക്കുന്നു. 3ാമത്തെ ഗോളിൽ ഏറെക്കുറെ ബാഴ്സയുടെ കയ്യിൽ നിന്നും ഗെയിം പോയിട്ടുണ്ടായിരുന്നു. 4ാമത്തെ ഗോള് ഒരു PSG കോപ്പി പേസ്റ്റ് ഗോൾ പോലെ എനിക്ക് തോന്നി. വൈഡിൽ ഫുൾ ബാക്ക് ഫ്രീ ആയിട്ടിരിക്കുന്നു. ഒരു നല്ലൊരു ഹൈ ബോൾ ഫുൾ ബാക്കിലേക്ക് പോകുന്നു. ഫുൾ ബാക്ക് ടച്ച് എടുത്തുകൊണ്ട് ഒരു ലോ ക്രോസ്, സ്ട്രൈക്കർ ഫസ്റ്റ് ടൈം ഫിനിഷ്. സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഫ്ലിക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കുമെന്ന് നമുക്ക് ഇനിയുള്ള മാച്ചുകളിൽ കാണാം. ഈ ഗെയിമിലെ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു ബാഴ്സ ഗെയിം റിവ്യൂമായിട്ട് വീണ്ടും കാണാം.